ഹായ്, നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ഇന്നലെ റിലീസായ ARM സിനിമ കാണാൻ പറ്റി. പറയാതിരിക്കാൻ കഴിയില്ല, അടിപൊളി ഒരു സിനിമയാണ്. കാരണം സംവിധാന മികവ് ഉണ്ടായാലും അതിൻ്റെ ആർട്ട് വർക്ക് ഉണ്ടായാലും പാട്ടുകൾ ഉണ്ടായാലും അഭിനയ മികവ് ഉണ്ടായാലും എല്ലാം കൊണ്ടും അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രം. കാരണം നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കത്തേ ഇല്ല. അതുപോലത്തെ ഒരു സിനിമയാണ്. അതുപോലെ തന്നെ 3 കാലഘട്ടം കാണിക്കുമ്പോൾ അതിൻ്റെ ആ സമയത്തെ പ്രോപ്പർട്ടീസും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അഭിനേതാക്കളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് മികച്ച അഭിനേതാക്കളാണ് അവരുടെ. അതുപോലെ തന്നെ ടൊവിനോ തോമസിൻ്റെ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഈ 3 ക്യാരക്ടറിലും അതിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മണിയൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. കള്ളൻ മണിയൻ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ പൊന്നെ, ഒരിക്കലും നമുക്ക് മറക്കാനേ കഴിയില്ല. അതേപോലത്തെ ഫൈറ്റും ആ ഒരു എനർജിയും, അതായത് തുടക്കം മുതൽ ആ ക്യാരക്ടർ തീരുന്നതിന് വരെ ഒരേ രീതിയിലുള്ള എനർജി ലെവൽ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു അഭിനയമാണ് ടൊവിനോ തോമസ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരിക്കലും ടൊവിനോയുടെ ഈ അഭിനയ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എപ്പോഴും പറയപ്പെടുന്ന ഒരു റോളായിട്ട് ഈ മണിയൻ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടാവും. അതേപോലത്തെ ഒരു മേക്ക് ഓവർ, അതുപോലത്തെ കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. പറയാതിരിക്കാൻ കഴിയുന്നില്ല. അവരുടെ കഷ്ടപ്പാടിന് നമുക്ക് എന്തായാലും വില കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്തിലെ ഫൈറ്റാണ് കേട്ടോ എടുത്ത് പറയേണ്ടത്. എൻ്റെ പൊന്നോ, എജാതി ഫൈറ്റ്. അതിൽ ആ ക്ലൈമാക്സ് ഫൈറ്റ് ആയാലും അതിൻ്റെ ഈ മണിയൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനെ കാണിക്കുമ്പോഴുള്ള ഫൈറ്റ്, പക്ഷെ ഒരിക്കലും നമുക്ക് ആ ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇതൊരു പാൻ-ഇന്ത്യൻ ചിത്രം ആയതുകൊണ്ട് തന്നെ ഇത്തരം ഫൈറ്റ് മൊമെൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫൈറ്റുകളും പാട്ടും. അതുപോലെ നായകന്മാർ 3 നായകന്മാരുണ്ട്. നായികമാരിൽ നമുക്ക് 3 ഒരേപോലെ, ഒരു നായിക ഒരു 2 സെക്കൻഡ് മാത്രമേ കാണിക്കുള്ളൂ. മണിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്ന സുരഭി, എൻ്റെ പൊന്നോ, നല്ല സൂപ്പർ അഭിനയം. അവർക്ക് ആ ക്യാരക്ടർ കിട്ടിയത് അവർ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പടം എല്ലാം കൊണ്ടും നല്ല മികച്ച ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണ്.